ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് സിറ എന്ന മൂവിയാണ്. കൊലക്കുറ്റത്തിന് ജയിലിലാകുന്ന കാമുകൻ, അവനെ കാത്തിരിക്കുന്ന കാമുകി, അവൻ എന്തിനായിരിക്കാം ആ കൊലപാതകം ചെയ്തത്, അവസാനം ഇവർ തമ്മിൽ ഒന്നിക്കുമോ ഇല്ലയോ, ഇതൊക്കെ നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ കതിരവനെയാണ്. അയാളൊരു കോൺസ്റ്റബിൾ ആയിരുന്നു. വിചാരണ തടവുകാരായ കുറ്റവാളികളെയും കൊണ്ട് അവരുടെ കേസ് നടക്കുന്ന കോടതിയിലേക്ക് എസ്കോർട്ട് പോകുന്ന ജോലിയായിരുന്നു കൂടുതലും കതിരവൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കുറ്റവാളിയും കൊണ്ട് കതിരും മറ്റു പോലീസുകാരും ബസ്സിൽ പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ആ കുറ്റവാളിയുടെ സഹായികൾ വന്നിട്ട് ഈ പോലീസുകാരെ ആക്രമിച്ച് ആ കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പോലീസുകാരുടെ മുഖത്തേക്ക് അവർ മുളകുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കതിരവൻ ആ കുറ്റവാളിയെ രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അവൻ ആ കുറ്റവാളിയെ ഷൂട്ട് ചെയ്തു. തൽക്ഷണം അയാൾ മരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിന്റെ പേരിൽ കതിരവന് തന്റെ സീനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിച്ച കുറ്റവാളിയെ പിടിക്കുന്നതിന് പകരം എന്തിനാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവൻ പിടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അയാൾ ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ തുടങ്ങുകയായിരുന്നുവെന്നും ഷൂട്ട് ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നുവെന്നാണ് കതിർ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അവൻ 9 കൊലപാതകങ്ങൾ ചെയ്തവനാണ്, കൂടാതെ 2 റേപ്പ് കേസും. കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിന്റെ പേരിൽ അവൻ എന്തായാലും എൻക്വയറി നേരിടേണ്ടി വരും. കുറച്ച് ദിവസത്തിനകം വെച്ചിട്ട് അവനത് എന്തായാലും നേരിടേണ്ടി വരും. അതുവരെ സൂക്ഷിച്ചിരുന്നു കൊള്ളാൻ മറ്റു പോലീസുകാർ അവനോട് പറയുന്നു. കതിറിന്റെ വീട്ടില് അമ്മയും വൈഫും മകളുമാണുള്ളത്. അവന്റെ വൈഫ് ഒരു പോലീസുകാരിയായിരുന്നു. അന്ന് രാത്രി തന്റെ കൂട്ടുകാരൻ നിർബന്ധിച്ച കാരണം അവരുടെ കൂടെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് കതിർ പോയി. ആ സമയത്ത് അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പാണ്ഡ്യയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പാണ്ഡ്യക്ക് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ആരോ സിഗരറ്റ് വലിച്ചിട്ട് അവന്റെ മുഖത്തേക്ക് പുകയൂതി വിട്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ബഹളം തുടങ്ങിയത്. ഒടുവിൽ കതിർ ഇടപെട്ടിട്ടാണ് ആ ഒരു വഴക്ക് അവസാനിപ്പിച്ചത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഡ്യൂട്ടി തീർന്നിറങ്ങാൻ നേരത്ത് കതിർ തന്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നു. അയാൾക്ക് അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം ലീവ് ചോദിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ഒരു എസ്കോർട്ടിന് പോകാനാണ് അയാളോട് മറ്റ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അയാൾക്കാകട്ടെ വീട്ടിലേക്ക് പോകണം. അയാളുടെ അവസ്ഥ കണ്ടിട്ട് കതിർ പറയുന്നുണ്ട്, നിനക്ക് പകരം കുറ്റവാളിയും കൊണ്ട് ഞാൻ എസ്കോർട്ടിന് പോയിക്കൊള്ളാം, നീ അമ്മയുടെ അടുത്തേക്ക് പോയിക്കൊള്ളാൻ. അങ്ങനെ അതിനുള്ള പെർമിഷനും വാങ്ങിയിട്ടാണ് കതിർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് പാണ്ഡ്യയും മറ്റൊരു കോൺസ്റ്റബിളും അവിടേക്ക് വരുന്നു. കതിർ എസ്കോർട്ടിന് പോവുകയാണെന്ന് അറിഞ്ഞതും അവരും പറയുന്നുണ്ട്, ഞങ്ങളും എസ്കോർട്ടിന് പോകാൻ വേണ്ടിയിട്ട് സാറിന്റെ കൂടെ കൂടട്ടെ എന്ന്. ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിച്ചിട്ട് വന്നോളാൻ കതിരും പറയുന്നു. അങ്ങനെ അവരും കതിറിന്റെ കൂടെ എസ്കോർട്ട് ഡ്യൂട്ടി ചോദിച്ചു വാങ്ങി വരുന്നു. കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന അബ്ദുൽ എന്ന് പറയുന്ന ഒരു പയ്യനെയും കൊണ്ട് കുറച്ച് ദൂരെയുള്ള ഒരു കോടതിയിലേക്ക് പോവുകയായിരുന്നു ഇവരുടെ ജോലി. അങ്ങനെ ആ പയ്യനുമായിട്ട് ഇവർ രണ്ടുപേരും ആ ജയിലിൽ നിന്നും യാത്ര പുറപ്പെടുന്നു. അബ്ദുൽ ആകട്ടെ ഇവരെ എല്ലാം മാറി മാറി വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. നിന്റെ കയ്യിൽ ആഹാരം കഴിക്കാൻ കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്റെ കയ്യിൽ കാശൊന്നുമില്ലെന്ന് അബ്ദുൽ പറയുന്നു. ഞങ്ങൾ ഫുഡൊന്നും വാങ്ങിത്തരില്ല എന്ന് പാണ്ഡ്യ പറയുമ്പോ അവൻ പറയുന്നുണ്ട്, എനിക്ക് ആഹാരമൊന്നും വേണ്ട, ഞാൻ പട്ടിണി ഇരുന്നോളാന്ന്. അങ്ങനെ കതിർ ഉൾപ്പെടെ മറ്റു 2 പോലീസുകാരും അബ്ദുളും ചേർന്നിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. എന്നാൽ ബസ് സ്റ്റാൻഡിൽ എത്തി കഴിയുമ്പോൾ പാണ്ഡ്യയും മറ്റേയാളും പറയുന്നുണ്ട്, സാർ അവനെ കുറച്ചു നേരം ഒന്ന് നോക്കിക്കോ, ഞങ്ങളൊന്ന് പോയി മദ്യപിച്ചിട്ട് വരാമെന്ന്. ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്നത് ശരിയല്ല എന്ന് കതിർ പറഞ്ഞെങ്കിലും അവര് പറയുന്നുണ്ട്, സാറിന്റെ കൂടെ വരുമ്പം ഇതൊക്കെ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ വന്നത്, അതുകൊണ്ട് ഞങ്ങളെ മദ്യപിക്കാൻ അനുവദിക്കണമെന്ന്. അധികമൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. അവരെന്തെങ്കിലും കാട്ടട്ടെ എന്ന് കരുതിയിട്ട് കതിർ അബ്ദുലിനെ കൊണ്ട് ആഹാരം കഴിക്കാൻ കയറി. അബ്ദുലിന്റെ കയ്യിൽ കാശില്ലാത്ത കാരണം അവൻ മിണ്ടാതിരിക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ വിലങ്ങ് വെച്ചിട്ടുണ്ട്. കതിർ ആഹാരം കഴിക്കാൻ നേരത്ത് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആഹാരം വേണോ, ഞാൻ കാശ് കൊടുത്തോളാന്ന്. എന്നാൽ തനിക്ക് ആഹാരമൊന്നും വേണ്ട, ഒരു ചായ മാത്രം മതി എന്ന് പറയുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ അവന് ചായ കിട്ടി. അവനത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവന്റെ കണ്ണ് അപ്പോഴും ചുറ്റും പരതുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനേരം കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞ് കതിർ കൈ കഴുകാൻ പോയതും അബ്ദുൽ പതിയെ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. പുറത്തേക്കിറങ്ങാൻ അവൻ തുടങ്ങുമ്പോഴേക്കും മറ്റു 2 പോലീസുകാർ വരുന്നത് കണ്ടിട്ട് അവൻ മിണ്ടാതെ തിരിച്ച് അവിടെ തന്നെ വന്നിരുന്നു. ബസ്സിലേക്ക് അവനെ കയറ്റുമ്പോഴും അവൻ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ രീതികളൊക്കെ കണ്ടിട്ട് ഇവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് ഡൗട്ട് തോന്നിയ കതിറാകട്ടെ ലോങ് ചെയിൻ എടുത്തിട്ട് അവന്റെ കയ്യിലെ വിലങ്ങുമായിട്ട് കണക്ട് ചെയ്ത് മറ്റേറ്റം അവിടുത്തെ സീറ്റിൽ കുരുക്കിയിട്ടു. അവനെ സൈഡിലേക്ക് എടുത്തിട്ട് തൊട്ടടുത്തായിട്ട് കതിർ വരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. നീ എന്താ ഉറങ്ങാതെ കണ്ണു തുറന്നിരിക്കുന്നു ചോദിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ പോകുന്ന സമയത്ത് തനിക്ക് ഉറക്കം വരാറില്ല എന്നാണ് അവൻ പറയുന്നത്. കുറെ നേരം കഴിഞ്ഞപ്പോൾ കതിരാകട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എത്ര വർഷമായിട്ടാണ് ജയിലിലുള്ളതെന്ന്. അവൻ 5 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. വിചാരണ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ പ്രാവശ്യം അവന്റെ കേസ് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. ജാമ്യം എടുത്ത് നിനക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ജാമ്യം എടുക്കാനൊന്നും എനിക്ക് ആരുമില്ല എന്നാണ് അവൻ പറയുന്നത്. അവനൊരു അനാഥനായിരുന്നു. അവളെ കോടതിയിലേക്ക് തന്നെ എത്തിക്കുന്ന സമയത്ത് തന്റെ കയ്യിലെ വിലങ്ങൊന്നും അഴിക്കുമോ എന്ന് അവൻ കതിറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തിനാ നിനക്ക് രക്ഷപ്പെട്ട് ഓടാനാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനൊന്നും താൻ ചെയ്യില്ല എന്നാണ് അവൻ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അവൻ ഒരു കൊലക്കുറ്റം ചെയ്തിട്ടാണ് ഈ വിചാരണ നേരിടുന്നത്. അതുകൊണ്ട് വെറുതെ ഒന്നും നിന്നെ വിലങ്ങിടിക്കാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കതിർ അവനോട് പറയുന്നു. ആ സമയം ബസ്സില് മുൻസീറ്റിലിരുന്ന ഒരു പെൺകുട്ടിയുടെ തലയിലെ മുല്ലപ്പൂ കണ്ടിട്ട് അബ്ദുൽ താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ പറ്റി ആലോചിക്കുന്നു. കലൈരിസി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ചെറുപ്പം മുതലേ ഇവർ 2 പേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. പതിയെ വളർന്നു കഴിഞ്ഞപ്പോൾ അത് പ്രണയമായി മാറി. അബ്ദുലിന് അവന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. അവന്റെ ഉപ്പ നേരത്തെ തന്നെ മരിച്ചുപോയതായിരുന്നു. ഉമ്മയുടെ ഉപ്പയുടേതും പ്രണയവിവാഹമായിരുന്നു. കേരളത്തിൽ നിന്ന് ഉമ്മയും കൊണ്ട് ഒളിച്ചോടി തമിഴ്നാട്ടിലേക്ക് വരികയായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അവർ ജീവിച്ച് ഈ ഒരു നിലയിലെങ്കിലും എത്തിയത്. അവനും ഉമ്മയും ചേർന്നിട്ട് ചെറിയൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഒരു മുതലാളി അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സിനിമ ഇട്ടുകൊടുക്കുമായിരുന്നു. ആ
കാര്യങ്ങളെല്ലാം നോക്കുന്നത് അബ്ദുള്ളായിരുന്നു. സിനിമ കാണാൻ സ്ഥിരമായിട്ട് കലയെ അവിടെ വരാറുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളായിരുന്നു അവൻ കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. ചെറുപ്പം മുതലേ തുടങ്ങിയ അവരുടെ പ്രണയം അങ്ങനെ സീരിയസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മതമാണെങ്കിൽ പോലും കലയ്ക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നില്ല. എന്ത് വന്നാലും ഒരുമിച്ച് നിൽക്കുമെന്ന് തന്നെയായിരുന്നു അവളുടെ തീരുമാനം. അതിനിടയ്ക്ക് കലയുടെ സഹോദരിയുടെ ഭർത്താവ് തന്റെ കൂട്ടുകാരുമൊത്ത് മദ്യപിച്ചിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് അബ്ദുലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനോട് പോൺ ഫിലിംസ് ഇടാനായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത്. അങ്ങനെയുള്ള കാസറ്റ് ഒന്നും ഇവിടെ ഇല്ലാന്നും ഞാനതൊന്നും ഇടില്ലാന്നും അവൻ പറയുന്നു. അതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്യുന്നു. ദേഷ്യപ്പെട്ട അബ്ദുൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കലയോടും അവൻ ഇതിനെപ്പറ്റി അന്ന് രാത്രി തന്നെ പറയുന്നുണ്ട്. പിന്നെ അയാൾ അടിച്ച സ്ഥിതിക്ക് നീ തിരിച്ചടിക്കാൻ എന്താണെന്നാണ് അവൾ ചോദിക്കുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ ചേച്ചിയും ആ ചേച്ചിയുടെ ഭർത്താവും ചേർന്നിട്ട് വീടിനകത്തുനിന്ന് വഴക്കുണ്ടാക്കിയായിരുന്നു. ഇവർക്ക് കുട്ടികളില്ല. പ്രശ്നം കലയുടെ ചേച്ചിയുടേതാണെന്നാണ് ചേച്ചിയുടെ ഭർത്താവ് പറയുന്നത്. എന്നാൽ അവരെല്ലാ ടെസ്റ്റുകളും എടുത്ത്. പക്ഷേ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന പുള്ളി ഇതുവരെ ഒരു ടെസ്റ്റുകളും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, നിങ്ങളും പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് ആ സ്ത്രീ പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുകയും അയാൾ കലയുടെ ചേച്ചിയെ അടിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹളം കേട്ടിട്ട് കലയുള്ളിലേക്ക് പോയിട്ട് അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അയാൾ കലയെ ഉപദ്രവിക്കുന്നു. ഇത് കണ്ടിട്ടാണ് അബ്ദുൾ അവിടേക്ക് ചെല്ലുന്നത്. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാൾ അബ്ദുളിനെ അടിക്കുന്നു. അവന്റെ തല പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. കല അവനോട് ഒരുപാട് മാപ്പ് പറയുന്നു. ഇവിടെ നിന്ന് നിൽക്കണ്ട, പൊക്കോന്ന് പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് ഇറക്കി വിട്ടു. എന്നാൽ അപ്പോഴേക്കും ആൾക്കാർ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അബ്ദുലിന്റെ ഉമ്മയോട് പോയി കാര്യങ്ങൾ പറയുന്നു. തന്റെ മകനെ അടിച്ചു എന്നറിഞ്ഞതും അവര് ദേഷ്യത്തില് കലയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കലയുടെ അമ്മയുടെ സഹോദരൻ തന്നെയാണ് കലയുടെ ചേച്ചിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും ഒരു വീട്ടിൽ തന്നെയായിരുന്നു. പെരുമാൾ എന്നാണ് കലയുടെ അച്ഛന്റെ പേര്. പെരുമാളിനോട് അബ്ദുലിന്റെ ഉമ്മ പോയി വഴക്കുണ്ടാക്കുന്നു. തന്റെ മകനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചിട്ട്. ഇത് കേട്ടിട്ട് കലയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുകയാണ്. ദേഷ്യം വന്നിട്ട് അയാളാകട്ടെ അബ്ദുലിന്റെ ഉമ്മയെ തുണി വരെ പൊക്കി കാണിക്കുന്നു. ഇത് കണ്ടിട്ട് അത്രയും നേരം ക്ഷമയോടെ നിന്ന അബ്ദുള്ളാകട്ടെ അവനെ പോയി വീണ്ടും അടിക്കുന്നു. അങ്ങനെ പ്രശ്നം രൂക്ഷമായി. അസമയത്ത് അബ്ദുൾ എന്തിനാണ് ഈ ഏരിയയിൽ വന്നതെന്ന് ചോദിച്ചിട്ടായിരുന്നു ബഹളം. വിധത്തിലെ ആൾക്കാർ ഇടപെട്ട് രണ്ടുപേരെയും രണ്ടു വഴിക്ക് വിട്ടു. എന്നാൽ കുറെ കഴിയുമ്പോൾ വീണ്ടും അബ്ദുളിനെ കാണാൻ വേണ്ടിയിട്ട് കല വരുന്നുണ്ട്. ഇതെല്ലാം അബ്ദുളിന്റെ ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ നമുക്കിടയിൽ പ്രശ്നമൊന്നും ഉണ്ടാകരുതെന്നായിരുന്നു കല പറയുന്നത്. അബ്ദുൾ പറയുന്നുണ്ട്, നമുക്കിത് ഇവിടെ വെച്ച് നിർത്തുന്നതാ നല്ലതെന്ന്. എന്റെ വീട്ടുകാർ ഒരിക്കലും നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല. രണ്ടുപേരും രണ്ട് മതത്തിലുള്ളവരാ, അത് വലിയ പ്രശ്നത്തിന് കാരണമാകും. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പിന്മാറാതെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയല്ലേ വേണ്ടതെന്ന് അവൾ വീണ്ടും വീണ്ടും അവനോട് പറയുന്നുണ്ട്. തൽക്കാലം ഇപ്പൊ നീ വീട്ടിലേക്ക് പോ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന്. അവളെ പിരിഞ്ഞിരിക്കാൻ അവനും സാധിക്കില്ലായിരുന്നു. ഒരുപാട് സങ്കടത്തോടു കൂടി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ശേഷം അവൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവൻ ഇതെല്ലാം ഓർത്തുകൊണ്ട് ബസ്സിലിരിക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകാനും ചായ കുടിക്കാനും വേണ്ടിയിട്ട് ബസ് ഒരിടത്ത് നിർത്തി. തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പാണ്ഡ്യയും കൂട്ടി അബ്ദുള് ബാത്റൂമിന്റെ അടുത്തേക്ക് പോയി. ബാത്റൂമിൽ കൂടി അവന് രക്ഷപ്പെടാനുള്ള വഴിയൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവനെ ബാത്റൂമിനുള്ളിലേക്ക് പാണ്ഡ്യ കയറ്റിയത്. കതിര് വന്ന് രണ്ടാമത്തെ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, അബ്ദുലിനോട് പെട്ടെന്ന് ഇറങ്ങാൻ പറ, നമുക്ക് പോണമെന്ന്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അബ്ദുൾ പുറത്തേക്ക് ഇറങ്ങി. കോൺസ്റ്റബിൾ അവനെയും കൊണ്ട് ബസ്സിലേക്ക് കയറിയിരുന്നു. ആ സമയം പാണ്ഡ്യ ആകട്ടെ ബാത്റൂമിൽ യൂറിൻ പാസ് ചെയ്യാതെ പുറത്തുനിന്ന് യൂറിൻ പാസ് ചെയ്യുകയാണ്. വേറൊരാൾ അവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് പാണ്ഡ്യ പോലീസാണെന്നും അറിയാതെ പാണ്ഡ്യ അടിച്ചു. അങ്ങനെ ആകെ ബഹളമായി. ഇത് കണ്ടുകൊണ്ട് ബസ്സിലിരുന്ന കോൺസ്റ്റബിൾ അബ്ദുലിനെ ബസ്സിൽ തന്നെ ഇരുത്തിയിട്ട് പാണ്ഡ്യയുടെ അടുത്തേക്ക് ഓടി വരുന്നു. ബഹളം കേട്ട് കതിരും ടോയ്ലറ്റിൽ നിന്നും അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഒരു വിധത്തിൽ പാണ്ഡ്യയുമായിട്ട് വഴക്കുണ്ടാക്കി കൊണ്ടുവരുന്നവരോട് സംസാരിച്ച് ആ പ്രശ്നം തീർത്തു. പക്ഷെ അപ്പോഴാണ് കതിര് ശ്രദ്ധിക്കുന്നത്, തങ്ങൾ 3 പേരും ഇവിടെയുണ്ട്, അബ്ദുൾ എവിടെയെന്ന്. അബ്ദുൾ വണ്ടിയിലുണ്ടെന്ന് ആ രണ്ടാമത്തെ കോൺസ്റ്റബിൾ പറഞ്ഞതും കതിര് പെട്ടെന്ന് ബസ് കിടന്നിടത്തേക്ക് ഓടി വരുന്നു. ആ ബസ് അവിടെ ഉണ്ടായിരുന്നില്ല. അത് കുറച്ചു മുമ്പ് അവിടെ നിന്നും പുറപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അവരാകെ ടെൻഷനിലായി. അബ്ദുൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ എന്തായിരുന്നു അവരുടെ പേടി. നീ വിലങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കോൺസ്റ്റബിളിന് ഓർമ്മയില്ലായിരുന്നു. ബസ്സിൽ തിരിച്ചു കയറിയ സമയത്ത് അയാൾ ലോങ് ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഡൗട്ടായിരുന്നു. അത് ഇട്ടിട്ടില്ലെങ്കിൽ അവൻ എന്തായാലും സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതും പോരാഞ്ഞിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കും അവന്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇവരുടെ സാധനങ്ങളും ബസ്സിൽ തന്നെയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു ഇവർ. പെട്ടെന്ന് രണ്ടാമത്തെ ബസ്സിൽ കയറി ആദ്യത്തെ ബസ്സിനെ ഫോളോ ചെയ്തവർ പോകുന്നു. എങ്ങനെയൊക്കെയോ ആ ബസ്സിനെ ചേസ് ചെയ്ത് പിടിച്ച് അവർ അതിനുള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അതിൽ അബ്ദുളും ഉണ്ടായിരുന്നില്ല, ഇവരുടെ സാധനങ്ങളും ഇല്ലായിരുന്നു, ആ തോക്കും ഇല്ലായിരുന്നു. 3 പേരും ആകെ പകച്ചു നിൽക്കുകയാണ്. തോക്കുൾപ്പെടെയാണ് പോയിരിക്കുന്നത്. ഇവരുടെ ജോലി പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. തങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചവർ സംസാരിച്ചപ്പോൾ എത്രയും പെടുന്ന അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനാണ് അയാൾ പറഞ്ഞത്. അത് കാരണം കതിരും മറ്റു 2 പേരും നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ നമ്മുടെ അബ്ദുൾ ഇരിപ്പുണ്ടായിരുന്നു. അബ്ദുളിനെ കണ്ടതും പാടി നേരെ പോയി അവനെ അടിക്കുന്നു. നീ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചല്ലേ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ആ സമയം അവിടുത്തെ SI അവിടേക്ക് വരുന്നുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ അയാളാകട്ടെ കതിരിനെയും കൂട്ടരെയുമാണ് വഴക്ക് പറയുന്നത്. കാരണം അബ്ദുൾ മര്യാദയ്ക്ക് ആ തോക്കുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു. പോലീസുകാരാണ് ഇവിടെ ഉത്തരവാദിത്തം കാണിക്കാതിരുന്നത്. അയാൾ അവരെ 3 പേരെയും കുറെ വഴക്ക് പറയുന്നുണ്ട്. മറ്റു 2 പോലീസുകാരെ മദ്യപിച്ച്
മദ്യപിച്ചിരുന്നു എന്ന് മനസ്സിലായതോടുകൂടി അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഈ എസ്ഐയുടെ കാലിൽ വീഴുന്നുണ്ട്. ഇത് മറ്റുള്ളവരെ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തില് അയാൾ തൽക്കാലം അവരെ വെറുതെ വിടാമെന്ന് സമ്മതിക്കുന്നു. എന്താണെങ്കിലും ആ തോക്കിലെ ബുള്ളറ്റ് നിങ്ങളുടെ കയ്യിലില്ലേ, അത് കാണിക്കാൻ പറയുമ്പം പാണ്ഡ്യ പറയുന്നുണ്ട് ആ തോക്ക് ലോഡഡ് ആണെന്ന്. അത് കേട്ടതും എസ്ഐ ഞെട്ടി. സാധാരണ ഇങ്ങനെ എസ്കോർട്ട് പോകുന്ന സമയത്ത് ഗണ്ണ് ലോഡ് ചെയ്യാറില്ല, കയ്യിൽ ബുള്ളറ്റ് സൂക്ഷിക്കാറേ ഉള്ളൂ. എന്തിനാ നിങ്ങൾ ഗണ്ണ് ലോഡ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പാണ്ഡ്യ പറയുന്നുണ്ട് കുറ്റവാളി ഒരു മുസ്ലിം ആയതുകൊണ്ടാണെന്ന്. അത് കേട്ടതും എസ്ഐക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പറയുന്നുണ്ട് ഞാനൊരു മുസ്ലിമാണ്, നീ അതിന്റെ പേരിൽ എന്നെ എന്തെങ്കിലും ചെയ്യുമോ? അയാൾ അങ്ങനെ ചോദിച്ചതും പാണ്ഡ്യക്ക് മറുപടിയില്ലായിരുന്നു. അവർക്കെതിരെ ഇവർ ആക്ഷൻ എടുക്കുമെന്ന് മനസ്സിലായതും അബ്ദുള്ളാകട്ടെ ആ എസ്ഐയോട് പറയുന്നുണ്ട് തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ടെന്ന്. ഇവര് വരുമെന്ന് കരുതിയിട്ട് ഞാൻ ആ ബസ്സിൽ തന്നെ ഇരിക്കണമായിരുന്നു. ഇവരെ കാണാതെ പേടിച്ച് ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടിയതാണ് പ്രശ്നമായത്. ഒരു അക്യൂസ്ഡ് പോലീസുകാർക്ക് വേണ്ടി വാദിക്കുന്ന കേട്ടിട്ട് എസ്ഐ തന്നെ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്താണെങ്കിലും തൽക്കാലം അബ്ദുളിനെ ആ എസ്ഐ അവരുടെ കൂടെ പറഞ്ഞു വിട്ടു. നടന്നു പോകാൻ തുടങ്ങിയ അവരെ അതുവഴി വന്നൊരു ലോറിയിലേക്ക് കയറ്റിവിടുന്നതും ആ എസ്ഐ തന്നെയായിരുന്നു. ആ ലോറിയിൽ ഇരിക്കുന്ന സമയത്ത് അബ്ദുളിന്റെ ആ സത്യസന്ധതയെല്ലാം കണ്ടിട്ട് അവന്റെ കഥ ചോദിച്ചറിയാൻ ശ്രമിക്കുകയായിരുന്നു കതിർ. നീ എന്തിനാണ് കോടതിയിലേക്ക് പോകുമ്പോൾ നിന്റെ കയ്യിൽ ഹാൻഡ് കഫ് വെക്കണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൻ തന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. കലയും അവനും തമ്മിലുള്ള പ്രണയവും അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ടുള്ള വഴക്കും എല്ലാം തന്നെ അവൻ പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഇവരുടെ പ്രണയം അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നു. കലയുടെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ പോലും അവന് പേടിയായിരുന്നു. എന്നാൽ ധൈര്യത്തോടു കൂടി കലയാണ് അവന്റെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കുന്നത്. അന്ന് ഫോട്ടോ ഒക്കെ എടുത്ത സന്തോഷത്തിൽ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവളുടെ അമ്മ അവളെ കുറെ വഴക്ക് പറയുന്നുണ്ട്. എന്താ താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ മറ്റാരോ അബ്ദുളിനെയും കലയും ഒരുമിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവളുടെ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇവർ ചോദ്യം ചെയ്തതും കല സത്യങ്ങൾ തുറന്നു പറയുന്നു. ഞാനും അബ്ദുളും തമ്മിൽ പ്രണയത്തിലാണെന്നും ഞാൻ അവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും. അത് കേട്ടതും ദേഷ്യത്തില് അവളുടെ അമ്മ അവളെ അടിക്കുന്നുണ്ട്. ആകെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ ചേച്ചി മാത്രമായിരുന്നു. രാത്രിയില് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന അബ്ദുളിന്റെ അടുത്ത് അവന്റെ ഉമ്മ ചോദിക്കുന്നുണ്ട് നീയും കലയും തമ്മിൽ എന്താണെന്ന്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ അബ്ദുളിന്റെ അമ്മ പറയുന്നുണ്ട് അതൊക്കെ ആവശ്യമുണ്ടോ എന്ന്. കാരണം നിന്റെ അച്ഛൻ എന്നെ പ്രണയിച്ച് അവിടെ നിന്നും ഒളിച്ചോടുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് എനിക്കറിയാം. ഞങ്ങൾ അനുഭവിച്ചതൊന്നും നീ അനുഭവിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കലയുടെ അച്ഛൻ പെരുമാൾ അവിടേക്ക് വരികയും അബ്ദുളിനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ ഉമ്മയുടെ നെഞ്ചത്ത് അയാൾ ആഞ്ഞു ചവിട്ടുന്നു. അവർ ബാക്കിലേക്ക് പോയി വീണു. ആ ദേഷ്യത്തില് അബ്ദുള് പെരുമാളിനെ പിടിച്ച് തള്ളിയിട്ട ശേഷം ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ അവശ നിലയിലായിരുന്നു. ഇങ്ങനെയൊക്കെയോ അവനുമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവരുടെ നില ഗുരുതരമായിരുന്നു. രാവിലെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു ആൾക്കൂട്ടവും ബഹളവും എല്ലാം അവൻ കാണുന്നത്. കലയും അവളുടെ ഫാമിലി എല്ലാം തന്നെ അവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഒരാളോട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഗ്രാമത്തിന് പുറത്തുള്ള വഴിയിൽ വെച്ചിട്ട് ആരോ പെരുമാളിനെ ആക്രമിച്ചുവെന്നും അയാൾ മരിച്ചു കിടക്കുകയായിരുന്നുവെന്നും. ആ നിമിഷമാണ് അബ്ദുളിന് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അയാളെ മറ്റാരും ആക്രമിച്ചതല്ല. തന്റെ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് അവൻ പെരുമാളിനെ തള്ളിയിട്ടിട്ട് പോയ സമയത്ത് അയാളുടെ തല പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം അവനത് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലും അയാളുടെ തല പോയി ഇടിച്ച് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ആ കിടപ്പിൽ കിടന്ന് അയാൾ മരിച്ചു പോയിരിക്കുകയാണ്. അവിടെ കൂടിയുന്ന ആർക്കും അറിയില്ലായിരുന്നു അബ്ദുള്ള ഇത് ചെയ്തതെന്ന്. തന്റെ അച്ഛൻ പോയിന്ന് പറഞ്ഞിട്ട് കലയിരുന്ന് കരയുന്നുണ്ട്. അവൻ തൽക്കാലം പോയി അവളെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ആരോടും ഒന്നും പറയാതെ പോയി നേരെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയായിരുന്നു. താൻ കാരണമാണ് കലയുടെ അച്ഛൻ മരിച്ചതെന്ന് പറഞ്ഞിട്ട്. മറ്റുള്ളവരത് അറിഞ്ഞതോടുകൂടി കലയുടെ ഫാമിലി മുഴുവൻ അവന്റെ നേരെ തിരിഞ്ഞു. എന്നാലും അവൾ ഒരിക്കലും അവനെതിരായിരുന്നില്ല. അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ വിചാരണ നേരിട്ടുകൊണ്ടിരുന്ന സമയത്തെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാൻ വേണ്ടിയിട്ട് കല ജയിലിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ വന്നപ്പോ അവനെ അറിയിക്കുന്നത് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. അവന്റെ അമ്മ മരിച്ചിരിക്കുന്നു. നാട്ടിലെ ജയിലിൽ നിന്നും അവനെ ദൂരെയുള്ള ജയിലിലേക്ക് മാറ്റിയതോടുകൂടി കലയ്ക്ക് പിന്നെ അവനെ കാണാൻ പറ്റാതെയായി. ആകെ അവനെ കാണുന്നത് ഇതുപോലെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ നാട്ടിലെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരുമ്പോ മാത്രമാണ്. കൃത്യമായിട്ട് അവൾ എല്ലാ തവണയും കോടതിക്ക് പുറത്ത് കാത്തു നിൽക്കും. ഓരോ തവണയും പുതിയ ഡേറ്റ് കിട്ടുമ്പോ അടുത്ത ഹിയറിംഗ് ഈ ദിവസമാണെന്ന് അവൻ അവളോട് പറയുകയും ചെയ്യും. മുടങ്ങാതെ അവൾ 5 വർഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് കദറിനും അത്ഭുതമായിരുന്നു. 5 വർഷമായിട്ട് തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ ഒരു പയ്യന് വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. ഇവനും അവന്റെ സത്യസന്ധത കൊണ്ടാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. 5 വർഷമായിട്ട് അവളുടെ മുഖത്തൊരു ചിരി പോലും അബ്ദുൾ കണ്ടിട്ടില്ല. നാളെ കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് തന്റെ കയ്യിൽ വിലങ്ങില്ലാതെ അവൾ കാണണമെന്നും അവൾക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനം കിട്ടിക്കോട്ടെ എന്നുമാണ് കദറിനോട് പറയുന്നത്. അവനെ എന്തിനാണ് ഈ ജയിലിലേക്ക് മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇടയ്ക്ക് ബോംബെയിൽ നടന്ന ഒരു സ്ഫോടനത്തിന്റെ പേരിൽ വ്യത്യസ്ത മതത്തിലെ ആൾക്കാർ തമ്മിൽ കുറെ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം ഞങ്ങളുടെ ജയിലിലും മതത്തിന്റെ പേരിൽ കുറ്റവാളികൾക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതോടുകൂടിയാണ് എന്നെ ഈ ജയിലിലേക്ക് മാറ്റിയത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോകാൻ നിനക്കൊരു അവസരം കിട്ടിയിട്ടും നീ അങ്ങനെ രക്ഷപ്പെടാതെ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എന്റെ ഈ അബ്ദുൾ എന്നുള്ള പേരും വെച്ചിട്ട് കയ്യിൽ നിങ്ങളുടെ ഈ തോക്കുമായിട്ട് ഞാൻ എത്ര ദൂരം ഓടുവെന്ന്. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെടാതിരുന്നത്. ഇവന്റെ കഥയൊക്കെ കേട്ടിട്ട് ശരിക്കും അവന് വിഷമം തോന്നുന്നുണ്ടായിരുന്നു. മറ്റു 2 പോലീസുകാരും ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങി. കതിരാകട്ടെ ഈ കഥയെല്ലാം തന്നെ തന്റെ വൈഫിനെ വിളിച്ചു പറയുന്നു. ആ പെൺകുട്ടി വരുവാണെങ്കിൽ അവളുടെ കയ്യിൽ ഫോണൊന്ന് കൊടുക്കണേ എന്നാണ്
കതിറിന്റെ വൈഫ് അവനോട് പറയുന്നത്. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും അവർ എത്തേണ്ട സ്ഥലത്തെത്തി. ഫ്രഷ് ആകാൻ കയറിയ സമയത്ത് അബ്ദുൽ ആകട്ടെ നല്ലപോലെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. കല തന്നെ കാണുമ്പോൾ താൻ നല്ല രീതിയിൽ നിൽക്കണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വിലങ്ങ് വെച്ച് വേണം കൊണ്ടുപോകാൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കതിറിന്റെ മറ്റു പോലീസുകാരുടെയും ജോലി പോകും. പക്ഷെ റിസ്ക് ഏറ്റെടുക്കാൻ കതിർ അപ്പോൾ തയ്യാറായിരുന്നു. കാരണം അബ്ദുലിന്റെ കഥ അവനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ വിലം കഴിച്ചു കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടാനൊന്നും ശ്രമിക്കില്ല എന്ന് അബ്ദുൾ പറയുന്നുണ്ട്. അങ്ങനെ അവന്റെ വിലം കഴിച്ചിട്ടാണ് അവർ കോടതിയുടെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോകുന്നത്. സാധാരണ കോടതി ഗേറ്റിന്റെ അടുത്ത് അവളെ കാണുന്നതാണ്. എന്നാൽ ഇന്ന് അവളെ കാണുന്നില്ല. അബ്ദുൾ ആകെ ടെൻഷനിലായി. ഒരു ബസ് വരുന്ന കണ്ടിട്ട് അതിൽ കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ ആ ബസ്സിലും അവൾ ഉണ്ടായിരുന്നില്ല. ഇനി നിന്ന സമയം പോകും, നമുക്ക് അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം കതിർ അവനെയും കൂട്ടി അകത്തേക്ക് കയറി. എന്നാൽ അവനാകട്ടെ തിരിഞ്ഞു നോക്കിയായിരുന്നു അവള് വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. കുറെ നേരം കഴിഞ്ഞതും അവൻ പ്രതീക്ഷ പോലെ അവള് വന്നു. അത് കണ്ടതും ഇവൻ പറഞ്ഞ കഥ സത്യമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. കതിര് പോയി അവളോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കാതെ അവനോട് പോയി സംസാരിക്കാനാണ് കതിര് കലയോട് പറയുന്നത്. ആദ്യത്തെ ബസ് കിട്ടാത്തത് കാരണമാണ് അവൾ ലേറ്റ് ആയതെന്ന് അബ്ദുലിനോട് പറയുന്നു. ഇനിയും എത്ര നാൾ അവൾ കാത്തിരിക്കുമെന്നറിയില്ല. അവൾക്കാകട്ടെ വീട്ടിൽ ഒരുപാട് ആലോചന വരുന്നുണ്ട്. പല കാരണങ്ങളും പറഞ്ഞിട്ട് അവൾ ഒഴിവാവുകയായിരുന്നു. 5 വർഷമായി തുടങ്ങിയ ഈ കാത്തിരിപ്പ് ഇനി എത്ര നാൾ വേണമെന്ന് അവൾ ചോദിക്കുമ്പോൾ അതിന് അബ്ദുലിന് ഉത്തരവില്ലായിരുന്നു. അവരുടെ കേസ് വിളിക്കാൻ ഇനിയും 2 മണിക്കൂർ എടുക്കുന്നത് കൊണ്ട് തൽക്കാലം ഇവർ രണ്ടുപേരെയും കൂട്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കടയിലേക്ക് കതിര് വരുന്നു. 5 വർഷത്തിനിടയ്ക്ക് നിനക്ക് കേസ് നടത്താൻ സർക്കാർ വക്കീലിനെ തന്നില്ലേ, നീ എന്തുകൊണ്ടാണ് ജാമ്യത്തിൽ പോകാതിരുന്നതെന്ന് കതിര് ചോദിക്കുമ്പോൾ അബ്ദുൾ പറയുന്നുണ്ട്, ആദ്യം ഒരു വക്കീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ ആ സ്ഫോടനത്തിന്റെ പ്രശ്നമില്ലേ, അത് കാരണം ആ വക്കീല് എനിക്ക് വേണ്ടി വാദിക്കില്ല എന്ന് പറഞ്ഞു പോയി. പിന്നെ വേറെ വക്കീലിനെയും കിട്ടിയില്ല. ഒരു വക്കീലിനെ വെച്ച് ഇവനെ ജാമ്യത്തിലിറക്കാൻ കലയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതറിഞ്ഞു വന്നിട്ട് അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവളെ ഒരുപാട് തല്ലി. അതോടെ ആ പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വക്കീല് പോലും ഇല്ലാതെ കേസ് ഇങ്ങനെ ഓരോ ദിവസവും മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി എത്ര കാലത്ത് തുടരുമെന്ന് അവനറിയില്ല. അവരാകട്ടെ അബ്ദുലിനോട് പറയുന്നുണ്ട്, ഇനിയും നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ നീ ജഡ്ജിയോട് തുറന്നു പറയണം. ഓരോ തവണയും നീ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് നിന്റെ കേസ് ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ അമ്മയെ അടിച്ച ആളെ അറിയാതെ തള്ളിയിട്ട വഴിക്ക് അയാൾ അങ്ങനെ മരിച്ചതാണെന്ന് പറയണം. നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടി കാത്തിരിക്കുന്ന കാര്യവും നീ പറയണം. അങ്ങനെയൊക്കെ ജഡ്ജിയോട് പറയാൻ പറ്റുമെന്ന് അവന് ഡൗട്ടായിരുന്നു. പക്ഷെ നീ ധൈര്യം സംഭരിച്ച് പറയണമെന്ന് തന്നെ കതിർ പറയുന്നു. അവന്റെ കേസ് വിളിക്കാറായപ്പോഴേക്കും ലഞ്ചിന് ടൈമായി. അങ്ങനെ ജഡ്ജി ആഹാരം കഴിക്കാൻ പോയി. അതുകൊണ്ട് അവന് കുറച്ച് ടൈം കൂടി കിട്ടി. ആ സമയം അവൻ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു എങ്ങനെ ജഡ്ജിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന്. ആകെ ടെൻഷനായപ്പോ ആ കോടതി പരിസരത്തിരുന്ന് തന്നെ അവൻ നിസ്കരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് കലി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ലഞ്ച് ടൈം കഴിഞ്ഞപ്പോൾ ജഡ്ജി കോർട്ട് റൂമിലേക്ക് വരുന്നില്ല. ചേംബറിൽ തന്നെയാണ് ഇവരെയൊക്കെ കാണാൻ വേണ്ടി വിളിക്കുന്നത്. ചേംബറിനുള്ളിലേക്ക് അബ്ദുലിന് കയറാൻ പറ്റില്ല. പോലീസുകാർ കയറിയിട്ട് പുതിയ ഹിയറിംഗിനുള്ള ഡേറ്റ് എടുത്തിട്ട് പോകണം. എന്നാൽ രണ്ടും കൽപ്പിച്ച് അബ്ദുലിനെ അതിനുള്ളിലേക്ക് കയറ്റാനായിരുന്നു കദറിന്റെ തീരുമാനം. മറ്റു 2 പോലീസുകാരും അവനെ എതിർക്കുന്നുണ്ട്. അവരുടെ ജോലി പോലും ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ടെന്ന് പോലീസുകാർ പറയുമ്പോൾ കദർ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിൽ ഉൾപ്പെടേണ്ട കാര്യമില്ല, എന്ത് വന്നാലും അത് എനിക്കേ വരുമെന്ന്. ഇവരുടെ കേസ് വിളിച്ച സമയത്ത് കദർ ഉള്ളിലേക്ക് കയറാതെ അവർ രണ്ടുപേരെയുമാണ് ചേംബറിലേക്ക് പറഞ്ഞുവിടുന്നത്. ഇവർ രണ്ടുപേരും ആകട്ടെ നേരെ പോയി ജഡ്ജിയുടെ കാൽ വീണ് കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. അതോടെ ജഡ്ജി കദറിനെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു. കാര്യം തിരക്കി കഴിയുമ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇവർ ജഡ്ജിയോട് പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്കും സങ്കടം തോന്നി. ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ 5 വർഷമായിട്ടും വിചാരണ തടവുകാരനായിട്ട് അവ ഇങ്ങനെ ജയിലിൽ കഴിയുന്നത്. ഓരോ ദിവസവും ഹിയറിംഗിന് ഡേറ്റ് മാറ്റിവെക്കുന്നതല്ലാതെ ഇവരുടെ കേസ് മുന്നോട്ട് പോകുന്നില്ല. തങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ജഡ്ജിക്ക് മനസ്സിലായി. അറിയാതെ പറ്റിയൊരു തെറ്റുകൊണ്ടാണ് കലയുടെ അച്ഛൻ മരിച്ചതെന്ന് ജഡ്ജിക്കും ബോധ്യമായി. അവന് വേണ്ടിയിട്ട് അവള് കാത്തിരിക്കുന്നതറിഞ്ഞതോടുകൂടി അയാളാകട്ടെ അവനോട് പറയുന്നുണ്ട്, അടുത്ത ഹിയറിംഗിൽ നിന്നെ വെറുതെ വിടാനുള്ള എല്ലാ കാര്യങ്ങളും താൻ ചെയ്യുമെന്ന്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ അവർ നന്ദി പറയുന്നത് കതിറിനോടായിരുന്നു. സന്തോഷത്തില് തൊട്ടടുത്തുള്ള അമ്പലത്തില് രണ്ടുപേരും പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഹിയറിംഗിന്റെ അന്നും സാറ് തന്നെ എന്റെ കൂടെ വരണമെന്ന് അബ്ദുൽ കതിറിനോട് പറയുന്നുണ്ട്. ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് കതിറും പറയുന്നു. അവൻ പുറത്തിറങ്ങാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കലയും. വീട്ടിൽ തിരിച്ചെത്തി അവളാകട്ടെ ചേച്ചിയോട് ഈ സന്തോഷ വാർത്ത പറയുന്നു. അവളുടെ സന്തോഷത്തില് അവളുടെ ചേച്ചി ഒരുപാട് ഹാപ്പി ആയിരുന്നു. ജയിലിലേക്ക് തിരിച്ചെത്തി അബ്ദുലാകട്ടെ എല്ലാവരോടും പറയുന്നുണ്ട്, അടുത്ത ഹിയറിംഗിൽ ഞാൻ പുറത്തിറങ്ങുമെന്ന്. എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന്. അവിടെ ഉണ്ടായിരുന്ന അവന്റെ സുഹൃത്തുക്കളും അവന്റെ സന്തോഷം കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ ഹിയറിംഗിന് മുമ്പുള്ള തലേ ദിവസം എത്തി. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് കതിറിനായിരുന്നു. അവൻ അബ്ദുലിനെ കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച കുറ്റവാളിയെ ഷൂട്ട് ചെയ്ത് കൊന്ന ആ കേസിൽ അവനെ എൻക്വയറിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് നാളത്തേക്കാണ്. അതിന് പോവുകയാണെങ്കിൽ കതിറിന്റെ അടുത്തേക്ക് അവന് പോകാൻ പറ്റില്ല. കതിറിനെ കൊണ്ട് എസ്കോട്ട് പോകുന്നത് വേറെ പോലീസുകാരായിരിക്കും. മാക്സിമം എങ്ങനെയെങ്കിലും കേസ് വിളിക്കുന്ന സമയത്ത് അവിടെ എത്തണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അങ്ങനെ പോലീസുകാര് അബ്ദുലിനെ എസ്കോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ കതിർ സാറ് വന്നില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കതിര് വന്നില്ല, പക്ഷെ കാര്യങ്ങൾ കതിർ പറഞ്ഞിട്ടുണ്ടെന്ന് അതിലൊരു പോലീസുകാരൻ പറയുന്നു. എന്നാലും കതിറിനെ കാണാത്തത് കാരണം അബ്ദുലിന് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ജഡ്ജി നാളെ തന്നെ വെറുതെ വിടുമല്ലോ എന്നുള്ള സന്തോഷം അവന്റെ മനസ്സിലുണ്ട്. നാളെ അബ്ദുലിനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവന്റെ കൂടെ ഈ നാട് വിട്ടുപോയി മറ്റെവിടെയെങ്കിലും ജീവിക്കണമെന്ന് കലയോട് അവളുടെ ചേച്ചി പറയുന്നു. അവളുടെ കല്യാണത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശ് മുഴുവൻ അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവനൊരു ജോലിയാകുന്നിടം വരെ നീ ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണമെന്ന് ചേച്ചി അവളോട് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെയൊക്കെ വരുന്നത്. ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അയാളാകട്ടെ ഇവര് രണ്ടുപേരെ
അടിക്കാൻ തുടങ്ങി. മദ്യപിച്ചിട്ട് വന്ന അയാളാകട്ടെ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഇവർക്ക് നേരെ എറിഞ്ഞു. ഒടുവിൽ കത്തിയെടുക്കാൻ തുടങ്ങിയതോടുകൂടി ഇവർ പേടിച്ച് നിലവിളിക്കുന്നു. അങ്ങനെ ആൾക്കാരെല്ലാം ഓടിക്കൂടി ആകെ പ്രശ്നമായി. ആ സീൻ അവിടെ കട്ടായിട്ട് പിറ്റേന്ന് കാണിക്കുന്നത് ഖദറിനെയും കൊണ്ട് ആ പോലീസുകാര് കോടതിയിലേക്ക് വരുന്നതാണ്. ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോൾ അവൻ പറയുന്നുണ്ട് കുറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്യ്, കല ഇപ്പൊ വരുമെന്ന്. നേരം നോക്കിയിട്ട് അവളെ കണ്ടില്ല. ആ പോലീസുകാർക്കാകട്ടെ വെയിറ്റ് ചെയ്യാനും വയ്യ. കാരണം ഖദറിനെ പോലെ അല്ലല്ലോ അവർ. അവനെയും കൂട്ടി അവർ അകത്തേക്ക് കടന്നു. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ജഡ്ജിയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പുതിയ ജഡ്ജിയാണ് ഇരിക്കുന്നത്. ഖദർ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ച പോലീസുകാരന് എന്ത് ചെയ്യണമെന്നറിയില്ല. അകത്തേക്ക് കയറിയതും ആ ജഡ്ജിയാകട്ടെ ഒന്നും മിണ്ടാതെ പുതിയ ഹിയറിംഗിനുള്ള ഡേറ്റ് കൊടുക്കുകയായിരുന്നു. ഇത് കേട്ടതോടുകൂടി ഇതിൽ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. നേരത്തെ ജഡ്ജി എന്നെ ഇന്ന് വെറുതെ വിടുമെന്നാ പറഞ്ഞിരുന്നത്. എന്നെ ജയിലിലേക്ക് തിരിച്ചയക്കരുത്, എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് വക്കീലിനെ കൊണ്ട് വരാനാണ് ഈ ജഡ്ജി പറയുന്നത്. കാര്യങ്ങൾ മറ്റു പോലീസുകാരൻ ഖദറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വരുന്ന വഴിയാണ്. കറക്റ്റ് സമയത്ത് അവൻ ഇവിടെ എത്തി. അവൻ ആ ജഡ്ജിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. മുൻപിലത്തെ ജഡ്ജി ഇവനെ വെറുതെ വിടാൻ തീരുമാനിച്ചിരുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ഫയൽസ് നോക്കാനും പറയുന്നു. എന്നാൽ അതൊന്നും ഈ ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ഇങ്ങനൊരു കൊലയ്ക്ക് 5 വർഷം അകത്ത് കിടന്നാൽ മതി. അവൻ ഓൾറെഡി 5 വർഷം വിചാരണയുടെ പേരിൽ കിടന്നിട്ടുണ്ട്. ഇനിയെങ്കിലും അവനെ വെറുതെ വിടണമെന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ജഡ്ജി പറയുന്നുണ്ട് ഈ കൊലയ്ക്ക് 5 വർഷമാണ് ശിക്ഷ എന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണെന്നും അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ മര്യാദയ്ക്ക് വക്കീലിനെ കൊണ്ട് വരാൻ പറഞ്ഞിട്ട് അബ്ദുലിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. കൂടാതെ എസ്കോട്ട് വന്ന പോലീസുകാരുടെ കൂട്ടത്തില് ഖദർ ഇല്ലാന്ന് മനസ്സിലാക്കി അവനെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാത്ത മറ്റു പോലീസുകാര് അബ്ദുലിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ അവനാകട്ടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട്. ഖദറിന് ഒന്നും ചെയ്യാനും വയ്യ. ഇനിയും താൻ ജയിലിലേക്ക് പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അവനാകട്ടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. ഓടുന്ന കണ്ടിട്ട് മറ്റു പോലീസുകാർ തോക്കെടുക്കുന്ന കണ്ടിട്ട് ഖദർ അവരോട് പറയുന്നുണ്ട് വെടിവെക്കാൻ നിൽക്കാതെ അവനെ പോയി കൈയോടെ പിടിക്കാൻ. അങ്ങനെ അവരെല്ലാവരും അവന്റെ പിറകെ ഓടി കൈയോടെ അവനെ പിടിച്ച് ഒരു ഓട്ടോയിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ കയറാതെ നിൽക്കുകയാണ്. ആ സമയം അതുവഴി വന്ന ബസ്സില് കലയെ അവൻ കാണുന്നുണ്ട്. അവൾ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവനെ ഇങ്ങനെ പോലീസുകാർ പിടിക്കുന്ന കണ്ടിട്ട് എന്താ സംഭവം എന്നറിയാതെ കല ബസ്സിൽ നിന്നും ചാടിയിറങ്ങുന്നു. അപ്പോഴേക്ക് ഖദറും അവിടേക്ക് വരുന്നുണ്ട്. അവള് റോഡ് ക്രോസ് ചെയ്ത് ഇവന്റെ അടുത്തേക്ക് വരികയായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്ത കാരണം തൊട്ടടുത്തൂടി വന്ന ബസ് അവളെ ഇടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിയന്ത്രണം വിട്ട ബസ്സാകട്ടെ ഡിവൈഡറിന്റെ മുകളിലേക്ക് കയറി. കലയെ ബസ് ഇടിച്ചു എന്ന് കണ്ടിട്ട് ആകെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയായിരുന്നു അബ്ദുൾ. ആ നേരം കൊണ്ട് പോലീസുകാര് അവനെ ഓട്ടോയിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഓടി വന്ന ഖദറാകട്ടെ തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഖദർ മറ്റു പോലീസുകാർക്ക് ഒരു ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവരോട് ഈ കഥ പറയുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി മരിച്ച ശേഷം അവൻ ആത്മഹത്യ ചെയ്തു എന്ന് ചില പോലീസുകാർ ചോദിക്കുന്നു. എന്നാൽ ഇത് സിനിമയൊന്നുമല്ല എന്നും ഇവിടെ നടന്നത് വേറെ കാര്യമാണെന്നുമാണ് ഖദർ പറയുന്നത്. ആ ആക്സിഡന്റില് കല മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബസ് ഡിവൈഡറിന്റെ മുകളിലേക്ക് കയറിയപ്പോ അവൾ അടിയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അവൾക്ക് ചെറിയ പരിക്കുകളെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അബ്ദുൾ അവിടെ നിന്നും പോയ ശേഷമാണ് ഖദർ മനസ്സിലാക്കുന്നത് കല ജീവനോടെ ഉണ്ടെന്ന്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം മരുന്നൊക്കെ വെച്ചിട്ട് നേരെ അവളെയും കൊണ്ട് അവൻ ജയിലിലേക്കാണ് പോയത്. കലയ്ക്ക് ആക്സിഡന്റ് പറ്റി അവള് മരിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് പേടിച്ചിരുന്ന അവന്റെ മുന്നിലേക്ക് പെട്ടെന്ന് അവള് വന്നതും അവൻ സന്തോഷം കൊണ്ട് അവളെ പോയി കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് അവന്റെ കേസ് ഖദറും അവന്റെ വൈഫും ചേർന്ന് ഏറ്റെടുത്ത് നടത്തുകയും കോടതി അവനെ വെറുതെ വിടുകയും ചെയ്തു. നാട് വിട്ട് മറ്റൊരു നാട്ടില് കലയും അബ്ദുളും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന അധികാരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ അധികാരം ശരിയായി വിനിയോഗിച്ചാൽ നിഷ്കളങ്കരായ പലരുടെയും ജീവിതം നമുക്ക് രക്ഷിക്കാനാകും. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.